അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, റമദാൻ ശരീഫിലെ അതിവിശിഷ്ടമായ ദിനരാത്രങ്ങളിലൂടെയും ചരിത്ര സ്മരണകളിലൂടെയുമാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ലോകത്ത് വരുത്തിയ വിപ്ലവകരമായ പരിവർത്തനം വളരെ വലുതായിരുന്നു. 33 കോടി ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ മുമ്പിൽ ആരാധന നടത്തുകയും പൂജ നടത്തുകയും ചെയ്യുകയായിരുന്ന കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന ഒരു സമൂഹത്തെ നേരിൻ്റെ മാർഗത്തിലേക്കും ഏകമായൊരു വിശ്വാസത്തിലേക്കും ആ വിശ്വാസം അനുശാസിക്കുന്ന ആരാധനാകർമ്മങ്ങളിലേക്കും നയിച്ച് സംശുദ്ധരായൊരു സമൂഹമാക്കി മാറ്റാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രയത്നങ്ങൾ സമർപ്പിക്കേണ്ടി വന്നു. ആ മാർഗത്തിൽ നബിയും തന്നെ അനുധാവനം ചെയ്ത സഹാബിവര്യന്മാരും അനുഭവപ്പെടേണ്ടി വന്ന ത്യാഗോജ്വലമായ അനുഭവങ്ങൾ ഏറെയാണ്. ഒരു വേള താങ്കൾ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് മദീനയിലേക്ക് അവർക്ക് തങ്ങളുടെ ജീവിതം തന്നെയും പറിച്ചു നടേണ്ടിയും വന്നു. അതാണ് ഹിജറ. ഹിജറയ്ക്ക് ശേഷവും സുഖകരമായ ജീവിതം നയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ജീവിതം ദുസ്സഹമാക്കാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോൾ അതിനെ നേരിടുവാൻ വേണ്ടി ആ തീരുമാനം നടപ്പിൽ വരുത്തിയതായിരുന്നു ബദറുൽ കുബറ. ബദറുൽ കുബറയെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘം വളരെ ചെറുതാണ്, ശത്രുക്കൾ വളരെ കൂടുതലുമായിരുന്നു. പക്ഷേ അവർ കൈമുതലാക്കിയിരുന്ന ഒരു ശക്തമായ ആയുധം അവരുടെ കയ്യിലുണ്ടായിരുന്നു, സംശുദ്ധമായ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് സമർപ്പിക്കുവാൻ സന്നദ്ധമായ ഒരു മാനസികമായ അവസ്ഥ, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടിയുള്ള തവക്കുൽ. ഇങ്ങനെ ഈ വക കാര്യങ്ങൾ അവർ ശേഖരിച്ചുകൊണ്ടാണ് ശത്രുക്കളെ ഏറ്റുമുട്ടുവാൻ സന്നദ്ധമായത്. ഈ സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ശ്രദ്ധേയമായൊരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവേ, ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്, ഞങ്ങളുടെ എണ്ണം കുറവുമാണ്. എങ്ങാനും ഈ ചെറു സംഘം നശിപ്പിക്കപ്പെട്ടു പോയാൽ നിന്നെ ആരാധിക്കുവാൻ ഈ ദുനിയാവിൽ പിന്നീട് ഒരു സമൂഹമില്ലാതെയായി പോകും, സഹായിക്കണം. തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രാർത്ഥന അള്ളാഹു ശരിവയ്ക്കുകയും കൈക്കൊള്ളുകയും ചെയ്തു. മരണഭയമില്ലാത്ത സഹാബിവര്യന്മാർ മരണം വരിച്ചാൽ പോലും അത് വിജയമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് അടരാടുവാനും പോരാടുവാനും സന്നദ്ധമായി അടർക്കളത്തിലേക്ക് ഇറങ്ങി പോരാടി അവർ വിജയം വരിച്ചു. അള്ളാഹു തന്നെയും ഖുർആനിൽ സൂചിപ്പിക്കുകയുണ്ടായി, നിങ്ങളുടെ നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത സൈനികരെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചു. അതിൻ്റെ കാരണം അവർ സമർപ്പിച്ച സന്നദ്ധതയാണ്, വിശ്വാസം. ആ വിശ്വാസത്തിൽ ഊന്നിയ അവരുടെ തവക്കുൽ ആ തവക്കുലുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ അവരുടെ മരണഭയമില്ലാത്ത രീതിയിലുള്ള അവരുടെ സമർപ്പണം. ഈ സമർപ്പണത്തിന് അള്ളാഹു അവർക്ക് നൽകിയ സഹായമായിരുന്നു ബദറുൽ കുബറയിലെ വിജയം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ആളുകൾ ഇന്ന് ബദറിനെ അനുസ്മരിക്കുന്നതെല്ലാം ഒരു ആഘോഷത്തിമർപ്പിലാണ്. ശക്തമായ തരത്തിലൊരു പരിവർത്തനമായി പോയി ഈ ബദറുമായി ബന്ധപ്പെട്ട നമ്മുടെ ആളുകളുടെ സ്മരണയും ചിന്തയും. ഭക്ഷണമുണ്ടാക്കലും ആ ഭക്ഷണം വിതരണം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട ആഘോഷത്തിമർപ്പിലുമാണ് സമൂഹമുള്ളത്. സഹോദരങ്ങളെ, ഒരിക്കലും അപ്രകാരമല്ല. നമ്മൾ ബദറിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടുന്ന നമ്മുടെ സന്ദേശം എന്ന് പറയുന്നത് സംശുദ്ധമായ വിശ്വാസം ആർജിച്ചെടുക്കലാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കലും ആ ആരാധനാകർമ്മങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും വിജയത്തിനും അതിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി എന്തും ത്യജിക്കുവാനും സമർപ്പിക്കുവാനുമുള്ള നമ്മുടെ സന്നദ്ധത ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ സന്നദ്ധത ഉണ്ടാകുമ്പോൾ നമുക്ക് മരണഭയം ഉണ്ടാവുകയില്ല, എന്തിനേയും നേരിടുവാൻ നമുക്ക് കഴിയും. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവസ്വവും സമർപ്പണം ചെയ്യുവാനുള്ള ഒരു സന്നദ്ധതയാണ് ബദറിൽ നിന്ന് നാം നേടിയെടുക്കേണ്ടുന്ന സന്ദേശം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ധൈര്യത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സർവസ്വവും സമർപ്പിച്ചുകൊണ്ട് വിജയം വരിക്കുന്ന സൗഭാഗ്യശാലികളിൽ ഉൾപ്പെടാൻ നാം എവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.